ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ എൻ്റെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അതിനിതാ നമ്മളൊരു പപ്പായ ഇല എടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ച് ഒരു പാനിലേക്ക് ഇട്ടിട്ട് രണ്ട് ചെറുനാരങ്ങൻ്റെ തോലാണ് കേട്ടോ, ചെറുനാരങ്ങ പീഞ്ഞിട്ടുള്ള അതിൻ്റെ തോലാണ്. അത് 4ആയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നല്ലൊരു ലിക്വിഡാണ്. നമുക്ക് ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുറത്തു നിന്ന് കാശ് കൊടുത്ത് വലിയ വിലൻ്റെ ലിക്വിഡൊന്നും വാങ്ങണ്ട. നമുക്ക് ക്ലീനിങ്ങിന് ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് നന്നായി തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നന്നായി വേവണം കേട്ടോ. ആ ഒരു പപ്പായൻ്റെ ഇലയുടെ എല്ലാ ഇതും നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് അതിൻ്റെ കൂടെ തന്നെ നാരങ്ങത്തോലും നന്നായി വെന്ത് വരട്ടെ. അപ്പോഴേക്കും വെന്തതിന് ശേഷം നമുക്കൊരു അരിപ്പെടുത്തിട്ട് ഇതിൻ്റെ ഈ ഇല ഇങ്ങനെ അരിച്ചെടുക്കട്ടോ. അങ്ങനെ ആ നാരങ്ങൻ്റെ തോല് ഞാൻ അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ചൂടാറിയതിൻ്റെ ശേഷം നമുക്കത് എടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങനെ പീഞ്ഞിട്ടെടുക്കട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു കളറിനും ഒരു സ്മെല്ലും കൂടി വരാനും വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഒരു ഇത് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ ലിക്വിഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ ഒഴിവാക്കാം, അത് ഉപയോഗിക്കേ വേണ്ട കേട്ടോ. അങ്ങനെ ഞാനതൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നാരങ്ങത്തോല് നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് നന്നാക്കി ചതുക്കിയിട്ടിടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഈ നാരങ്ങത്തോല് വീണ്ടും ഞാൻ പാത്രം കഴുകണം നമ്മളെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ടും ഞാനത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങിന് ആവശ്യമായ നമ്മളെ ലിക്വിഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ബോട്ടിലിൻ്റെ അടുപ്പിന് ഞാൻ 2-3 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മക്കൾ കുത്തിയതാണ് കേട്ടോ, കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് പെട്ടെന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബാത്റൂം ഒരു കരിമ്പം കുത്തിയൊക്കെ പോലെ കാണുന്നില്ല നിങ്ങൾക്ക്? വെള്ള ബാത്റൂമാണ്. അതിൽ കറുത്ത പുള്ളിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു സൈസ് പൂപ്പലും സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, അത് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. വെറുതെ ജസ്റ്റ് നമ്മളൊരു സ്ക്രബ്ബർ എടുത്തിട്ട് ഉരച്ച് കൊടുത്താൽ മതി. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും എടുക്കരുത് കേട്ടോ. ഒരു സ്പോഞ്ചിൻ്റെ ഒരു സ്ക്രബ്ബർ എടുത്ത് വെള്ളം ഇങ്ങനെ ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായിട്ട് നമ്മളെ ബാത്റൂം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉപയോഗിക്കാത്ത ആൾക്കാർ ബാത്റൂം കഴുകാനൊക്കെ എന്തെങ്കിലും വേണ്ടേ എന്നൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു പപ്പായൻ്റെ ഇല എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ലിക്വിഡ് വാഷാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് നല്ല ക്ലീനായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വാഷ് മെഷീൻ ഇട്ട ഭാഗത്ത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടോ. അപ്പോൾ അവിടെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് നമ്മളെ ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ. അപ്പോൾ ആ വാഷ് മെഷീൻ ഇട്ട ഭാഗത്തും എല്ലായിടത്തും നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ നിലൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. എനിക്ക് പിന്നെയും പറയാനുള്ളത്, ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി ക്ലീനിങ്ങിൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ വാതിലും ഞാൻ നന്നാക്കി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. വാതിൽമേലും ഉണ്ട് ഈ സോപ്പിൻ്റെ ഒക്കെ ഇങ്ങനെ കുത്തുണ്ടായിട്ടുണ്ട്. അത് നന്നാക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ.